തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസില്ല. ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ചു. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് പോലീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയില്ല. പരാതിക്കാരന് കോടതിയെ സമീപിക്കാമെന്നും പോലീസ്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, സുരേഷ് ഗോപിയുടെ ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള തെളിവുകൾ ആദ്യമായി പുറത്തുവിട്ടത് മീഡിയ വൺ ആയിരുന്നു. ഇപ്പോൾ അതിന് പിറകെ ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് ഇപ്പോൾ കൈമലർത്തുന്നു. കേസെടുക്കാനാവില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഓഗസ്റ്റ് 12-നാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയിലേക്ക് മുൻ MP കൂടിയായ ടി.എൻ. പ്രതാപൻ പരാതി നൽകിയത്. ഈ വോട്ട് ചോരി ആരോപണത്തിന് ശേഷം, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിന് ശേഷം മീഡിയ വൺ ഉൾപ്പെടെ വോട്ട് ക്രമക്കേടിനെ കുറിച്ച് നൽകിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അദ്ദേഹം തന്നെ തന്റെ പക്കലുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ: വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു, സുരേഷ് ഗോപിയും കുടുംബവും മുക്കാട്ടുകരയിൽ ഏതാണ്ട് കുടുംബത്തിന്റെ 11ഓളം വോട്ടുകൾ തെറ്റായ രേഖകൾ നൽകി ചേർത്തു, ഇത് ചട്ടവിരുദ്ധമാണ്. സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്താണ് വോട്ടുള്ളത്, അദ്ദേഹം തിരുവനന്തപുരത്തെ സ്ഥിരതാമസക്കാരനാണ്, തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ സത്യവാങ്മൂലം നൽകിയാണ് അദ്ദേഹം വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തത്. ഇത് അനുവദിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് BJP ചേർത്തിട്ടുണ്ട്, ഇത് അന്വേഷിച്ച് നടപടിയെടുക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ടി.എൻ. പ്രതാപൻ പോലീസിനെ സമീപിച്ചത്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ് നടത്തിയത്. തൃശൂർ ACP സലീഷ് ശങ്കരനാണ് അന്വേഷണത്തിന്റെ ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലെ കണ്ടന്റ് പ്രകാരം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാനാവില്ല, കേസെടുക്കുന്നതിന് ആവശ്യമായ തെളിവുകളോ രേഖകളോ പൂർണ്ണമായും ഇല്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം പരാതിക്കാരനായ ടി.എൻ. പ്രതാപൻ മുൻ MP-ക്ക് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. പോലീസ് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചിട്ടുള്ള മിക്ക വാദങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ചില രേഖകളും മറ്റും തങ്ങൾ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടിരുന്നു. ചില രേഖകൾ കിട്ടിയെങ്കിലും ചില രേഖകൾ കിട്ടാനുണ്ട്. കിട്ടിയ രേഖകൾ ഇതിൽ കേസെടുക്കുന്നതിന് പര്യാപ്തമല്ല എന്നാണ് പോലീസ് പറയുന്നത്. വ്യാജരേഖ ചമച്ചതിനാണ് കേസെടുക്കുക എങ്കിൽ വ്യാജരേഖ ചമച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തങ്ങൾക്ക് മുന്നിൽ വ്യാജരേഖ ലഭിച്ചിട്ടുണ്ട് എന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കണം.